ഗുഡ് ഈവനിങ് സാർ. അപ്പൊ എല്ലാരും ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാനായിട്ട് ഇരിക്കുകയാണല്ലേ? അപ്പോൾ ഞാൻ അന്ന് ചോദിച്ചതുപോലെ ഒരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കാം. അന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ആരാണ് ആഗ്രഹം ചോദിച്ചു. അപ്പം നിങ്ങൾ ഓരോ മറുപടി പറഞ്ഞു. ഇന്ന് ഞാൻ വീണ്ടും അതേ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. വേറെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്താണ് അവരുടെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. ഗൗരീഷ് ആരാവാൻ ആഗ്രഹം? പോലീസ്. ഓക്കെ. പട്ടാളം. കളക്ടർ. അവന്തിക എന്തായി തലയും കുളിച്ചിരിക്കുന്നത്? മോക്കാരാവാനാ ഇഷ്ടം? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി. ആഹാ, അത് കൊള്ളാമല്ലോ. അവധിയായി ചോദിക്കട്ടെ. ഇവരോരോരുത്തരും ഇവരുടേതായ പല ആഗ്രഹങ്ങൾ പറഞ്ഞു. ചിലർ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു, ചിലർ എഞ്ചിനീയർ ആവണമെന്ന് പറഞ്ഞു, ചിലർ വക്കീലാവണമെന്ന് പറഞ്ഞു. പക്ഷെ മോള് മാത്രം പറഞ്ഞ ആ ഉത്തരം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. മോള് ഒരു മൊബൈൽ ഫോൺ ആവണമെന്നോ? എന്താ മോൾ അങ്ങനെ ആവുമ്പോൾ ഒരു മൊബൈൽ ഫോൺ ആവണമെന്ന്? മോൾ എന്താ ഇവർ പറയുന്നത് പറയാതെ മോളൊരു മൊബൈൽ ഫോൺ ആവണമെന്നില്ല എന്തേ ഞാൻ പറഞ്ഞു? അതാവുമ്പോ എന്റെ അച്ഛനും അമ്മേനെ എപ്പോഴും കൂടെ കൊണ്ട് കിടക്കുമല്ലോ, എന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുമല്ലോ, എന്നെ ഒത്തിരി സ്നേഹിക്കുമല്ലോ. മൊബൈൽ ഫോൺ ആവുമ്പോ എന്റെ അച്ഛനും അമ്മേനെ എപ്പോഴും സ്നേഹിക്കുമല്ലോ, എന്നെ താഴെ വെക്കാതെ കൊണ്ട് കിടക്കുമല്ലോ. അവരുടെ സ്നേഹം കിട്ടണമെങ്കിൽ എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി. എല്ലാരും കൂടെ ഇവിടെ എന്തോടുക്കുവാ? നീ എന്തുവാടാ ഇങ്ങനെ ഇരിക്കുന്നേ? നീ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ ഇങ്ങനെ വല്ലാതിരിക്കുന്ന എന്തു? ഇന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹമെന്ന്. അപ്പോൾ എല്ലാ കുട്ടികളും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണമെന്നൊക്കെ പല പല ഉത്തരങ്ങൾ പറഞ്ഞു. അതിലൊരു കുട്ടി മാത്രം എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി. അതിന് നീ വിഷമിച്ചിരിക്കുന്നതിന് ഇപ്പൊ മൊബൈൽ ഫോണിന്റെ കാലമല്ലയോ? എല്ലാവരുടെയും കൈ മൊബൈൽ ഫോൺ ഉണ്ടോ? ഉത്തരം എന്നെ വല്ലാതെ ഒന്ന് സ്വാധീനിച്ചമ്മേ. എന്താ കാര്യം? ഏതെങ്കിലും പാമ്പിടിച്ച കൊച്ചുങ്ങളാന്നോ അത് പറഞ്ഞു? അതോ അവർക്ക് മൊബൈൽ കൊടുത്തിട്ട് എവിടെങ്കിലും പോകുന്ന അച്ഛനും അമ്മയും ഉള്ളവരാന്നോ പറഞ്ഞു? അത്രയും ഫീൽ ചെയ്യണ നിങ്ങൾക്കറിയാമോ താരാ പറഞ്ഞു? ഞാൻ നിന്റെ ക്ലാസ്സിലെ കുട്ടികളെ എങ്ങനെ അറിയുന്നു? നിന്റെ ക്ലാസ്സിലെ കുട്ടികളെ പറഞ്ഞത് എന്റെ മോളാ പറഞ്ഞു. എന്നാണ് ഒന്നും വിഷമിക്കണ്ട, രണ്ടുപേരും എപ്പോഴും ഫോണും കൊണ്ടിരുന്നു. ആ കൊച്ചിനെ ശ്രദ്ധിക്കണ്ട. എപ്പോ നോക്കിയാലും രണ്ടുപേരുടെയും കൈ ഫോണുണ്ട്. അപ്പൊ അവളോടൊന്ന് പറയാനും നിങ്ങൾക്കറിയോ? അവള് മൊബൈൽ ഫോൺ ആയിരുന്നെങ്കിൽ എപ്പോഴും അച്ഛനും അമ്മയും കൈ വരുത്താനായിരുന്നു. എപ്പോഴും അവിടെ കൊടു പോകുന്നിടത്തെല്ലാം കൊണ്ടു നടന്നേനെയായിരുന്നു. അവള് പറഞ്ഞത് സത്യമല്ലയോ? ചെറുപ്പം മുതലേ ഞാൻ കാണുന്നില്ലയോ അവൾ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായ ജോലിക്ക് പോകുന്നു, ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്കും വല്ലാണ്ട് ശ്രദ്ധിക്കണ്ട. സത്യം അവൾ പറഞ്ഞു. ഒരച്ഛനും അമ്മയെന്നല്ല, ഇപ്പൊ എല്ലായിടത്തും ഇത് തന്നെ നടക്കുന്നു.